ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ 17ാമത് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് നാളെ. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ ഊർജ്ജ മേഖലയ്ക്ക് കരുത്തുപകരുമെന്ന് കേന്ദ്ര സർക്കാർ. GST പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കി BJP പാർലമെന്ററി പാർട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പഞ്ചാബ് സന്ദർശിക്കും. വെള്ളപ്പൊക്ക സാഹചര്യങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തും. പാലക്കാട് സ്മാർട്ട് സിറ്റിയുടെ വികസന സാധ്യതകൾ ചർച്ച ചെയ്യുന്ന വ്യവസായ ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി കിരീടം ഇന്ത്യയ്ക്ക്. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ചൂടി കാർലോസ് അൽക്കാരസ്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ 17ാമത് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് നാളെ. വോട്ടെണ്ണലും നാളെയാണ്. ഇരുസഭകളിൽ നിന്നുള്ള 788 വോട്ടർമാരുടെ ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തീരുമാനിക്കുക. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനാണ് NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ ഊർജ്ജ മേഖലയ്ക്ക് കരുത്തുപകരുമെന്ന് കേന്ദ്ര സർക്കാർ. ചരക്ക് സേവന നികുതി പരിഷ്കാരങ്ങളുടെ ഭാഗമായി പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ മേഖലയുടെ ഉന്നമനത്തിന് നിരവധി മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോളാർ കുക്കറുകൾ, ഫോട്ടോ വോൾട്ടേക് സെല്ലുകൾ, കാറ്റാടി ഉപകരണങ്ങൾ, ബയോഗ്യാസ് പ്ലാന്റുകൾ, മാലിന്യത്തിൽ നിന്ന് ഊർജ്ജമുണ്ടാക്കുന്ന സംവിധാനങ്ങൾ തുടങ്ങി പുനരുപയോഗ ഊർജ്ജ ഉപകരണങ്ങളുടെ GST 12% നിന്ന് 5% കുറച്ചു. ഇത് പദ്ധതി ചെലവ് കുറയുമെന്നും വീടുകൾക്കും വ്യവസായങ്ങൾക്കും ഹരിത സാങ്കേതിക വിദ്യകൾ കൂടുതൽ താങ്ങാവുന്നതാക്കി മാറ്റുമെന്നുമാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ BJP MPമാരുടെ പരിശീലന പരിപാടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഇന്നലെ ആരംഭിച്ച ശില്പശാലയിൽ GSTയുടെ പുത്തൻ തലമുറ പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള പ്രമേയം BJP പാർലമെന്ററി പാർട്ടി പാസാക്കി. പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ പീയൂഷ് ഗോയൽ പ്രമേയം അവതരിപ്പിച്ചു. ജനജീവിതം സുഗമമാക്കുക, വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ പാത ശക്തിപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് പരിഷ്കാരങ്ങളെന്ന് പ്രമേയം വിലയിരുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പഞ്ചാബ് സന്ദർശിക്കും. മേഖലയിലെ വെള്ളപ്പൊക്ക സാഹചര്യങ്ങൾ അദ്ദേഹം നേരിട്ട് വിലയിരുത്തും. ദുരിതബാധിതർക്ക് പരമാവധി സഹായം ഉറപ്പാക്കുമെന്നും വെള്ളപ്പൊക്ക കെടുതികളിൽ പ്രധാനമന്ത്രിക്ക് ആശങ്കയുണ്ടെന്നും പഞ്ചാബ് BJP അധ്യക്ഷൻ സുനിൽ ജാഖർ പറഞ്ഞു. വെള്ളപ്പൊക്കം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനായി 2 കേന്ദ്ര മന്ത്രിതല സംഘങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട്. പഞ്ചാബിലെ വെള്ളപ്പൊക്കത്തിൽ ഇതുവരെ 46 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഗുജറാത്തിൽ കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ഉത്തർപ്രദേശിൽ 48 ജില്ലകളിൽ പ്രളയക്കെടുതി രൂക്ഷം. ദുരിതം ബാധിച്ച സംസ്ഥാനങ്ങളിൽ NDRF, SDRF സംഘങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. വിശദാംശങ്ങളിലേക്ക്. ഉത്തർപ്രദേശിൽ ആഗ്ര, മഥുര, അലിഗഡ്, ഫാറൂഖാബാദ്, ഷാജഹാൻപൂർ, പ്രയാഗ്രാജ് ജില്ലകളെയാണ് വെള്ളപ്പൊക്കം ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഗംഗ, യമുന, ശാരദ, രാംഗംഗ തുടങ്ങിയ പ്രധാന നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. 41,000 ഹെക്ടറിലധികം വെള്ളത്തിനടിയിലായി. 11,000-ലധികം ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത്. യമുന നദിയിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലായതിനാൽ ദേശീയ തലസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വെള്ളപ്പൊക്ക സമാന സാഹചര്യം. ഗുജറാത്തിലും ശക്തമായ മഴയിൽ പല സ്ഥലങ്ങളിലും വെള്ളം കയറി. ഇതുവരെ ഏകദേശം 546 റോഡുകൾ അടച്ചിട്ടുണ്ട്. മഴയെ തുടർന്ന് ഗുജറാത്തിലെ 125 അണക്കെട്ടുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി 7,000-ലധികം ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പഞ്ചാബിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലേക്ക് ഡൽഹി സർക്കാർ ദുരിതാശ്വാസ സാമഗ്രികളുമായി 52 ട്രക്കുകൾ അയച്ചു. ഭക്ഷണം, ശുദ്ധജലം, വസ്ത്രങ്ങൾ, മരുന്നുകൾ തുടങ്ങിയ അവശ്യ വസ്തുക്കളാണ് അയച്ചത്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകുന്നതുവരെ പഞ്ചാബിലെ ജനങ്ങൾക്ക് സഹായം നൽകുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത പറഞ്ഞു. ഗുജറാത്ത്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മു, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, മഹാരാഷ്ട്ര, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളം, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ബീഹാർ, കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര നാളെ തലസ്ഥാൻ നഗരിയിൽ നടക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. വെള്ളയമ്പലത്ത് നിന്ന് കിഴക്കേക്കോട്ട വരെ നീളുന്ന ഘോഷയാത്രയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളും അണിനിരക്കും. ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പുലികളി ഇന്ന് തൃശൂരിൽ നടക്കും. 9 പുലികളി സംഘങ്ങളാണ് ഇക്കുറി MG റോഡ് വഴി സ്വരാജ് റൌണ്ടിന് ചുറ്റും ഇറങ്ങുക.
ഓണം ഘോഷയാത്രയോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തിലെ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. 2 മണി മുതൽ നഗരത്തിൽ വിപുലമായ ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് സൌകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓണാവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ ഇന്ന് തുറക്കും. പാദവാർഷിക പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ച ശേഷം 30% മാർക്ക് ലഭിക്കാത്തവർക്ക് പഠന പിന്തുണ നൽകും. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ദേശീയ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായുള്ള പാലക്കാട് സ്മാർട്ട് സിറ്റിയുടെ വികസന സാധ്യതകൾ വിലയിരുത്തുന്ന വ്യവസായ ഉച്ചകോടി ഇന്ന് നടക്കും. വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ പി രാജീവ്, എം പി രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ബീഹാറിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം SIR നടത്താനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിനെതിരെയുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. SIR പ്രക്രിയയുടെ ഭാഗമായി ഒഴിവാക്കപ്പെട്ട വോട്ടർമാർക്ക് അവരുടെ രേഖകൾ ഓൺലൈനായും നേരിട്ടും നൽകാൻ അനുവദിക്കണമെന്ന് കോടതി നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 13-ന് മണിപ്പൂർ സന്ദർശിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ചർച്ച ചെയ്യുന്നതിനായി മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ഭല്ലയുടെ അധ്യക്ഷതയിൽ രാജ്ഭവനിൽ പ്രത്യേക യോഗം ചേർന്നു. പ്രധാനമന്ത്രി 2 സ്ഥലങ്ങളിൽ പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ആകാശത്ത് ദൃശ്യവിരുന്നൊരുക്കി പൂർണ്ണ ചന്ദ്രഗ്രഹണം. ഇന്ത്യയിലുടനീളം 48 മിനിറ്റിലധികം ചന്ദ്രഗ്രഹണം നീണ്ടുനിന്നു. അപൂർവമായി മാത്രം ദൃശ്യമാകുന്ന ഗ്രഹണം കാണാൻ വിവിധ വാന നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിരവധി പേരെത്തി. രാത്രി ഏകദേശം 8:57-നാണ് ഗ്രഹണത്തിന്റെ ആദ്യഘട്ടം തുടങ്ങിയത്. 10 മണി മുതൽ ചന്ദ്രനിൽ കൂടുതൽ മാറ്റങ്ങൾ പ്രകടമായി. ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിലെത്തി ചന്ദ്രനിൽ ഭൂമിയുടെ നിഴൽ പതിക്കുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി കിരീടം ഇന്ത്യയ്ക്ക്. ബീഹാറിൽ നടന്ന ഫൈനലിൽ ദക്ഷിണ കൊറിയയെ 4-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 4ാം കിരീടം നേടിയത്. ഈ വിജയത്തോടെ അടുത്ത വർഷം നെതർലാൻഡ്സിലും ബെൽജിയത്തിലുമായി നടക്കുന്ന പുരുഷ ഹോക്കി ലോകകപ്പിനും ഇന്ത്യ യോഗ്യത നേടി. ടീം അംഗങ്ങളുടെ കഠിന പരിശ്രമത്തിന്റെ ഫലമാണ് നേട്ടമെന്നും ലോകകപ്പ് കിരീടമാണ് ഇനി ലക്ഷ്യമെന്നും ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് പറഞ്ഞു. एम था काफी समय से इस चीज के लिए हम प्रैक्टिस कर रहे थे, तो फाइनली आज जो चीज अचीव की है मेरा और मेरी पूरी टीम का नेक्स्ट टारगेट है वर्ल्ड कप है. आप हर मैच से सीखते हैं, जैसे मैं हर मैच के बाद भी यही बोलता हूँ कि प्लस और माइनस रहता ही हमेशा, बट कितनी जल्दी आप उसको एनालाइज करके उस पर वर्क करके चीजों को अप्लाई करते हैं वो मैटर करता है. एज ए टीम डिफेंस हमने काफी अच्छी की है और जो स्कोरिंग देख रहे हैं बहुत अच्छी रही है. താരങ്ങൾക്ക് ഹോക്കി ഇന്ത്യ 3 ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ചു. സപ്പോർട്ട് സ്റ്റാഫ് അംഗങ്ങൾക്ക് 1.5 ലക്ഷം രൂപ വീതം ലഭിക്കും. ഏഷ്യ കപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ പുരുഷ ടീമിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ ഹോക്കിക്കും രാജ്യത്തെ കായിക മേഖലയ്ക്കും ഇത് അഭിമാനകരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസിന്. 4 സെറ്റ് നീണ്ട പോരാട്ടത്തിലൂടെ നിലവിലെ ചാമ്പ്യനായ യാനിക് സിന്നറെ പരാജയപ്പെടുത്തിയാണ് അൽക്കാരസ് തന്റെ 2ാം കിരീടം സ്വന്തമാക്കിയത്. 22-കാരനായ അൽക്കാരസിന്റെ 6ാം ഗ്രാൻഡ്സ്ലാം കിരീടം കൂടിയാണിത്. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ. വൈകിയുള്ള നികുതി സമർപ്പണത്തിന് പിഴയും പലിശയും ഈടാക്കും. ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നടത്തിയ പ്രസ്താവനകൾ കൃത്രിമമായി ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഓപ്പറേഷൻ സിന്ദൂരിനിടെ ഇന്ത്യയ്ക്ക് യുദ്ധവിമാനങ്ങളും സൈനികരും നഷ്ടപ്പെട്ടതായി ജനറൽ ദ്വിവേദി പറയുന്ന വീഡിയോ വ്യാജമെന്ന് PIB ഫാക്ട് ചെക്ക് വിഭാഗം സ്ഥിരീകരിച്ചു. സ്ത്രീകളുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ബീഹാർ സർക്കാരിന്റെ പദ്ധതി മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജനയ്ക്ക് മുഖ്യമന്ത്രി നിതീഷ് കുമാർ തുടക്കം കുറിച്ചു. പദ്ധതി പ്രകാരം ഓരോ കുടുംബത്തിലെയും ഒരു സ്ത്രീക്ക് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകും. നൈജീരിയയിലെ ബോർണോ സംസ്ഥാനത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിൽ ബൊക്കോ ഹറാം തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 60-ലധികം പേർ കൊല്ലപ്പെട്ടു. വെള്ളിയാഴ്ച രാത്രി മുതലാണ് ആക്രമണം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ 17ാമത് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് നാളെ. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ ഊർജ്ജ മേഖലയ്ക്ക് കരുത്ത് പകരുമെന്ന് കേന്ദ്ര സർക്കാർ. GST പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കി BJP പാർലമെന്ററി പാർട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പഞ്ചാബ് സന്ദർശിക്കും. വെള്ളപ്പൊക്ക സാഹചര്യങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തും. പാലക്കാട് സ്മാർട്ട് സിറ്റിയുടെ വികസന സാധ്യതകൾ ചർച്ച ചെയ്യുന്ന വ്യവസായ ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി കിരീടം ഇന്ത്യയ്ക്ക്. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ചൂടി കാർലോസ് അൽക്കാരസ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.